പാൻക്രിയാസിനെ ബാധിക്കുന്ന അപൂർവ രോഗത്തിന്റെ പിടിയിലുള്ള 2 സഹോദരിമാർ. മക്കൾ നടക്കുന്നത് കാണാൻ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ആശുപത്രിയിൽ കയറിയിറങ്ങുന്ന അമ്മ. തിരുവനന്തപുരം സ്വദേശി ഷംലയും 2 പെൺമക്കളും നല്ല മനസ്സുകളുടെ സഹായം തേടുകയാണ്. പഠനത്തിലും പാട്ടിലും ഒരുപോലെ മിടുക്കിയായിരുന്നു ഫാത്തിമ ഫർഹാൻ. 8 വർഷം മുൻപ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്ലാസ് മുറിയിൽ ആദ്യം തലചുറ്റി വീണത്. പിന്നീടത് പതിവായി. 2-3 വർഷമായിട്ടും കണ്ടുപിടിച്ചില്ല. ബാംഗ്ലൂർ HCG ഹോസ്പിറ്റലുണ്ട്, അവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്ത് മക്കൾക്ക് നെസ്റ്റോബ്ലാസ്റ്റോസിസ് എന്നൊരു രോഗമാണെന്ന് അറിയുന്നത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് തലചുറ്റി വീഴുന്ന അപൂർവ രോഗം. പാൻക്രിയാസിൽ ശസ്ത്രക്രിയ പലത് ചെയ്തെങ്കിലും വിജയിച്ചില്ല. 2 വർഷം മുൻപ് രണ്ടാമത്തെ മകൾ ഫാദിയയും രോഗം പിടികൂടിയതോടെ ഷംലയുടെ ജീവിതമാകെ ഇരുട്ടായി. 5 തുടങ്ങിയപ്പോൾ മുതൽ വയ്യാണ്ടായി. മൂത്താളുടെ അതേ സിംറ്റംസ് ചെറിയ തോതിൽ കാണിച്ചു തുടങ്ങി. പക്ഷെ രണ്ടുപേർക്കും വ്യത്യസ്തമാണ്. എന്നാലും അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇളയ മോൾ കൊണ്ടുവന്നത്. ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചതാണ്. ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയിലൂടെ ഉണ്ടായിരുന്ന വരുമാനം നിലച്ചിട്ട് നാളേറെയായി. വീട്ടിലെ മേശയും കസേരകളും അടക്കം വിറ്റ് ഒറ്റമുറി വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും മക്കളെ കൈവിടാൻ തോന്നിയില്ല. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പാൻക്രിയാസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ ഫാദിയെങ്കിലും രക്ഷപ്പെടും. പക്ഷേ 80 ലക്ഷം രൂപ വേണം ശസ്ത്രക്രിയക്ക്. ഒരു മാസം മരുന്നിന് പോലും 4-5 ലക്ഷം രൂപയോളം ആവും. പിന്നെ ഇവർക്ക് ഡയറ്റൊക്കെ ഉണ്ട് പ്രത്യേകിച്ച്. പിന്നെ എല്ല് പൊട്ടുന്നൊരവസ്ഥയുണ്ട്. ഒന്ന് ജസ്റ്റ് തട്ടിയാൽ പോലും കൈ കാലൊക്കെ പെട്ടെന്ന് പൊട്ടും. എല്ലിനൊന്നും ബലമൊന്നുമില്ല. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് നടത്തുവാണെങ്കിലും ഈ മോളെങ്കിലും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞു. അപ്പോളോയോട് ചേർന്ന് അനങ്ങാൻ ഇടമില്ലാത്ത ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ഷംലയെയും വേദന കടിച്ചമർത്തി കിടക്കുന്ന ഫാദിയെയും ഞങ്ങൾ കണ്ടത്. ഫാത്തിമ തൽക്കാലം നാട്ടിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ്. ശസ്ത്രക്രിയക്ക് ഈ മാസം 25-ന് തയ്യാറെന്ന് ആശുപത്രി പറയുന്നുണ്ട്. പക്ഷെ കെട്ടിവെക്കാൻ പണമില്ല. ഒരമ്മയുടെ സ്വാർത്ഥതയായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ മക്കളെ എന്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വേണമെന്ന് കാണുന്നവര് ഈ 9 മാസത്തിൽ എന്റെ മകളെ ഒന്ന് സഹായിക്കണം. ഗതികേടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.